ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ വിശ്വസ്തരെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന 3 പേരെ വിളിച്ച് ഒരു സഞ്ചിയുമായി തോട്ടത്തിൽ പോയി തനിക്ക് വേണ്ടി പലതരം പഴങ്ങൾ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. സഞ്ചിയിൽ ഏറ്റവും മികച്ച പഴങ്ങൾ ശേഖരിക്കുക എന്നതാണ് തൻ്റെ കർത്തവ്യമെന്ന് ആദ്യത്തെ വ്യക്തി കരുതി. ഏറ്റവും മേൽത്തരമായ പഴങ്ങൾ ശേഖരിച്ചു. രാജാവ് വളരെ തിരക്കുള്ള ആളായതിനാൽ സഞ്ചിയിലെ പഴങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കില്ലെന്ന് രണ്ടാമത്തെ വ്യക്തി മനസ്സിൽ കരുതി. അങ്ങനെ അവൻ തൻ്റെ സഞ്ചിയിൽ കുറച്ച് നല്ലതും കുറച്ച് ചീഞ്ഞതുമായ പഴങ്ങൾ നിറച്ചു. രാജാവ് സഞ്ചിയുടെ ഉൾവശം പരിശോധിക്കില്ലെന്നും അതിൻ്റെ വലിപ്പം മാത്രമേ കാണൂ എന്നും മൂന്നാമത്തെ വ്യക്തി കരുതി. അതിനാൽ അവൻ സഞ്ചിയിൽ ഉണങ്ങിയ ഇലകളും മണ്ണും നിറച്ചു. 3 പേരും അവരവരുടെ സഞ്ചിയുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജാവ് അവരുടെ സഞ്ചിയിൽ എന്തായിരുന്നുവെന്ന് പോലും നോക്കാതെ അവരെ 3 മാസത്തേക്ക് വെവ്വേറെ ജയിലുകളിൽ അയക്കാൻ ഉത്തരവിട്ടു. അവിടെ അവർക്ക് ഭക്ഷണമൊന്നും നൽകിയില്ല. അവർ പഴങ്ങൾ ശേഖരിച്ച് അതാത് സഞ്ചികൾ മാത്രം കൊണ്ടുപോകുവാൻ അനുവദിച്ചു. ആദ്യത്തെ വ്യക്തി നല്ല പഴങ്ങൾ ശേഖരിച്ചതിനാൽ അതും ഭക്ഷിച്ച് 3 മാസം ജയിലിൽ എളുപ്പത്തിൽ കഴിഞ്ഞു. രണ്ടാമത്തെ വ്യക്തി സഞ്ചിയിലെ നല്ല പഴങ്ങളുമായി കുറച്ച് ദിവസം അതിജീവിച്ചെങ്കിലും പിന്നീട് അവൻ ശേഖരിച്ച ചീഞ്ഞ പഴങ്ങൾ കഴിച്ച് അസുഖം ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. മൂന്നാമത്തെ വ്യക്തി ഉണങ്ങിയ ഇലകളും മണ്ണും മാത്രം ശേഖരിച്ചതിനാൽ അദ്ദേഹത്തിന് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ഉദാസീനതയോടെ ജീവിതത്തിലെ ഒരു പ്രവർത്തനങ്ങളെയും നാം കാണരുത്. നല്ല പ്രവൃത്തികൾ എന്നും നമ്മുടെ സന്തത സഹചാരികളാകണം. കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് സ്വയം നല്ല പ്രവൃത്തികൾ ശേഖരിക്കാം. അങ്ങനെ നാം കരസ്ഥമാക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ഉപയോഗപ്രദമാകും. ആത്മാർത്ഥതയുള്ളവരായി നമുക്ക് നിലകൊള്ളാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭദിനം നേരുന്നു.